നന്ദ പി വി. ഞാൻ എയിംസ് നാഗ്പൂരിൽ തേർഡ് ഇയർ MBBS സ്റ്റുഡന്റ് ആണ്. അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ചാപ്റ്റർ ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ് ആണ്. അപ്പൊ നമ്മൾ ജെനറ്റിക്സ് കണ്ടു, എവല്യൂഷൻ കണ്ടു. ഇനി വേറൊരു പുതിയൊരു ലോകത്തേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കുന്നത് ഹെൽത്ത് ആണ്. ഹെൽത്ത്, അതിലെന്തൊക്കെ കോമൺ ഡിസീസസ് ഏതൊക്കെയാണ് ഹ്യൂമൻസില്, എന്താ പറയാ, ഹ്യൂമൻസിലുള്ള കോമൺ ഡിസീസസ്, പിന്നെ ഇമ്മ്യൂണിറ്റി, എയ്ഡ്സ്, ക്യാൻസർ, പിന്നെ കുറച്ച് ഡ്രഗ്സും ആൽക്കഹോളിന്റെ അബ്യൂസും ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഇതൊരു എളുപ്പമുള്ള ചാപ്റ്റർ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഹെൽത്ത് എന്ന് വെച്ചാൽ എന്താണ്? അതാണ് നമ്മുടെ ഇൻട്രൊഡക്ഷൻ. ഹെൽത്ത് എന്ന് വെച്ചാൽ എന്താ? അത് ആക്ച്വലി ഒരു സ്റ്റേറ്റ് ആണ്. ഇത് ജസ്റ്റ് ഫിസിക്കലി എന്താ പറയാ, നിങ്ങൾ ഫിറ്റ് ആണെങ്കിൽ നിങ്ങൾ ഹെൽത്തി ആണ് അല്ലല്ലോ. അതായത് ഒരു മാനസിക രോഗമുള്ള ആള് നിങ്ങളനുസരിച്ച് അത് ഹെൽത്തി ആണോ അല്ലയോ? ഹെൽത്തി അല്ല. കാരണം നമ്മൾ ഫിസിക്കൽ ഫിറ്റ്നസ് മാത്രമല്ല, നമ്മുടെ മെന്റലി എങ്ങനെ നമുക്ക് പ്രവർത്തിക്കാൻ കഴിയും, നമ്മൾ മെന്റലി ഫിറ്റ് ആണോ, അതും കൂടി എന്താ ഹെൽത്തിന്റെ ഒരു സ്റ്റേറ്റ് ആണ്. അപ്പൊ ഫിസിക്കലും ഉണ്ട്, മെന്റലും ഉണ്ട്. പിന്നെ സോഷ്യൽ വെൽബീയിങ്. സോഷ്യൽ വെൽബീയിങ് എന്ന് പറയുന്നത് എന്താ? അത് ആക്ച്വലി നമുക്ക് ബാക്കിയുള്ളവരായിട്ട് എങ്ങനെയൊക്കെ പെരുമാറാൻ അറിയാം, പിന്നെ എത്ര സംസാരിക്കാൻ അറിയാം, എങ്ങനെ സമയത്തിന് എന്തൊക്കെ സംസാരിക്കണം, അതൊക്കെയാണ് ഹെൽത്ത്. അപ്പൊ ഹെൽത്തിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് എന്താ? ഇത് ആക്ച്വലി ഒരു സ്റ്റേറ്റ് ആണ്, മെന്റലും ഫിസിക്കൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ്ങിന്റെ. പക്ഷെ ഒരു ഡിസീസ് ഇല്ല എന്നുള്ള ആബ്സെൻസ് കൺഫേം ചെയ്യൂ, എന്താ പറയാ, ഹെൽത്തി ആണെന്ന്. അതായത് എനിക്കിപ്പോ ചുമയും പനിയൊന്നുമില്ല, അപ്പൊ അതനുസരിച്ച് ഞാൻ ഹെൽത്തി ആണോ? അല്ലല്ലോ. അല്ല, എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ? അതായത് എന്റെ BMI നോർമൽ അല്ല, അല്ലെങ്കിൽ മെന്റലി എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ, ഒന്നും നമുക്കറിയില്ലല്ലോ. അപ്പൊ അത് കാരണം നിയർലി ഒരു ഡിസീസിന്റെ ആബ്സെൻസിനെ എന്താ നമ്മൾ പറയില്ല ഹെൽത്തി ആണ്. ഓക്കെ, ഇനി ഈ പണ്ട് കാലത്ത് ഈ ഹിപ്പോക്രട്ടസ് എന്ന് പറഞ്ഞ കുറെ ഗ്രീക്ക് ഫിലോസഫിക്കൽ ആൾക്കാരുണ്ടായിരുന്നു. അവർക്ക് എന്താ, ഈ ബ്ലാക്ക് ബൈലുള്ള പേഴ്സൺസ് എന്താ, ഈ ഹോട്ട് പേഴ്സണാലിറ്റി ആണ്, അവർക്ക് എന്താ ഫീവേഴ്സ് കൂടുതൽ ഉണ്ടാവും എന്നൊക്കെ, ഈ ജസ്റ്റ് റൂമേഴ്സ്, മിത്സ് ആണ് ഇതൊക്കെ. ഓക്കെ, പിന്നെ നമ്മൾ ബ്ലഡ് ഡിസ്കവർ ചെയ്ത വില്യം ഹാർവേ, ആള് എന്ത് ഡെമോൺസ്ട്രേറ്റ് ചെയ്തു, നമ്മളെ ഈ ബ്ലാക്ക് ബൈലുള്ളവർക്ക് എല്ലാവർക്കും എന്താ നോർമൽ ബോഡി ടെമ്പറേച്ചർ ആണ്. അപ്പൊ ഈ ഗുഡ് ഹ്യൂമർ ഹൈപ്പോത്തിസിസ് ഓഫ് ഹെൽത്തിനെ എന്തായാലും ഡിസപ്രൂവ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് ഹെൽത്തിനെ എഫക്ട് ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെ സാധനങ്ങളുള്ളത്? അതായത് ഹെൽത്തിനെ എഫക്ട് ചെയ്യുന്ന സാധനങ്ങളാണ് എന്ത്? വല്ല ജനറ്റിക് ഡിസോർഡേഴ്സ്, അതായത് ജന്മന എനിക്ക് എന്തെങ്കിലും ഡെഫിഷ്യൻസി ഉണ്ട്, അല്ലെങ്കിൽ എൻസൈം ഡെഫിഷ്യൻസി, അല്ലെങ്കിൽ ഇൻബോൺ എറർ ഉണ്ട്, അത് കാരണം ജന്മന എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും, അതൊരു ജനറ്റിക് ഡിസോർഡർ ആയി. പിന്നെ കുറച്ച് ഇൻഫെക്ഷൻ, നിങ്ങൾക്ക് പറയാം, ഇപ്പൊ കോവിഡ് ഒക്കെ വളരെ കൂടുന്ന സമയമാണ്. ഓക്കെ, അപ്പൊ അവർക്ക് എന്ത് ചെയ്യും? അതൊക്കെ ഒരു ഇൻഫെക്ഷൻ കാരണമാണ് എന്താ പറയാ ഇയാൾക്ക് അൺഹെൽത്തി എന്ന് പറയാൻ കാരണം. അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് എന്നാണ് നിങ്ങൾ അധികം ഇപ്പോഴത്തെ മെയിൻ കൺസേൺ എന്താ? ഒബീസിറ്റി എന്ന് നിങ്ങൾക്ക് അറിയാം. അതായത് നമ്മുടെ ഈ അഡോളസൻസിന്റെ ഇടയിൽ ഈ ഫാസ്റ്റ് ഫുഡ് ഇങ്ങനെ കഴിക്കാൻ, ഫ്രൈഡ് ഫുഡ് ഐറ്റംസ് ഒക്കെ കഴിക്കുന്നത് കൂടുതലാണ്. അപ്പൊ അത് കാരണം എന്താ, ഒബീസിറ്റി കോമൺ ആണ്. അപ്പൊ അതും ഹെൽത്തി അല്ല. അതായത് ആൾക്ക് പനിയും ചുമയൊന്നും ഇല്ല, വയറുവേദന അങ്ങനൊന്നും ഇല്ല എന്ന് പറഞ്ഞാലും പക്ഷെ ആളുടെ BMI എന്താ കൂടുതലാണ്. അപ്പൊ അത് അൺഹെൽത്തി ആണ്. മനസ്സിലായല്ലോ? ഓക്കെ, ജനറ്റിക് ഡിസോർഡേഴ്സ്, ഡെഫിഷ്യൻസീസ്, ഇൻഫെക്ഷൻസ്, ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്, അതൊക്കെയാണ് നമ്മള് എന്താ പറയാ അൺഹെൽത്തി ആക്കുന്നത്. ഇനി ഡിസീസ് എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ ഹെൽത്ത് എന്താന്ന് പറഞ്ഞു. ഡിസീസ് എന്ന് പറഞ്ഞാൽ എന്താ? അത് ആക്ച്വലി നോർമൽ സ്റ്റേറ്റ് എന്നുള്ള എന്താ ഒരു ചേഞ്ച് ആണ്. നോർമൽ സ്റ്റേറ്റിൽ നിന്ന് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടായിക്കൊണ്ട് എന്താ, എനിക്ക് കുറച്ച് ഡിസ്കംഫേർട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റായ്മ, ഡിസബിലിറ്റി വരിക, അതിനൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്ന ഡിസീസ് എന്ന്. ഇനി ഞാൻ പറഞ്ഞ ഇൻഫെക്ഷൻസ് എന്താ? അത് പാത്തജൻ നമ്മുടെ ബോഡിയിൽ വന്നിട്ടല്ലേ ഇൻഫെക്ഷൻ എന്ന് പറയാം. അപ്പൊ ഒരു പാത്തജൻ എന്റെ ബോഡിയിൽ ഇറങ്ങി, പക്ഷെ വന്നു കഴിഞ്ഞിട്ട് കുറെ കഴിഞ്ഞിട്ടാണ് എനിക്ക് സിംറ്റംസ് വന്നത്. അപ്പൊ ആ പീരീഡില്ലേ, ടൈം ഇന്റർവൽ ബിറ്റ്വീൻ എന്താ, ഒരു പാത്തജൻ നമ്മുടെ ബോഡിയിൽ വരുന്നതും ഈ സിംറ്റം അപ്പിയർ ആവുന്നതിന്റെ ഇടയിലുള്ള ടൈം ഇന്റർവലിനെയാണ് എന്ത് പറയാം, ഇൻക്യുബേഷൻ പീരീഡ്. ഈ പീരീഡിലാണ് എന്ത്, പാത്തോജൻസ് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, ആ ടൈം ഇന്റർവൽ, അതിനാണ് ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത്. ഇനി ആന്റിബയോട്ടിക്സ് എന്താ? കുറച്ച് സബ്സ്റ്റൻസ് ആണ് ഒരു മൈക്രോ ഓർഗാനിസം സെക്രീറ്റ് ചെയ്യും.
എന്നിട്ട് എന്ത് ചെയ്യും, അവര് വേറൊരു മൈക്രോ ഓർഗാനിസത്തിന്റെ ഗ്രോത്ത് അല്ലെങ്കിൽ അവരുടെ ജീവൻ ഡിസ്ട്രോയ് ചെയ്യും. ആണ് ആന്റിബയോട്ടിക്. ആന്റിബയോട്ടിക് ഫസ്റ്റ് ടേം തന്നത് വാട്സ്മാൻ ആണ്. ഏതിന്? സ്ട്രെപ്റ്റോമൈസിൻ ആയിരുന്നു ഫസ്റ്റത്തെ ബാക്ടീരിയ ആന്റിബയോട്ടിക്. അത് എവിടെ നിന്ന് ഒബ്റ്റെയിൻ ചെയ്തു? സ്ട്രെപ്റ്റോമൈസിൻ ഗ്രീസിയസ്. ഓക്കെ, രണ്ടു തരം ബാക്ടീരിയ ഉണ്ട്, ആന്റിബയോട്ടിക്സ് ഉണ്ട്. ഒന്ന് ബാക്ടീരിയോസ്റ്റാറ്റിക്കും മറ്റേത് എന്താ ബാക്ടീരിയോസിഡ്. ബാക്ടീരിയോസ്റ്റാറ്റിക് പേരിൽ തന്നെ ഉണ്ട് സ്റ്റാസിസ് എന്ന് വെച്ചാൽ കൊല്ലല്ല, അവരെന്താ കുറച്ചു നേരത്തേക്ക് എന്ത് ചെയ്യും, അവരെ ഡോർമെന്റ് ആയ സ്റ്റേറ്റിൽ ആക്കും. അതാണ് ബാക്ടീരിയോസ്റ്റാറ്റിക്. ഈ ബാക്ടീരിയോ ലൈറ്റിക് ഉണ്ട്, അല്ലെങ്കിൽ ബാക്ടീരിയോസിഡ്. സിഡ് എന്ന് വെച്ചാൽ കൊല്ലുക, ബാക്ടീരിയനെ കൊന്നിട്ടാണ് ആന്റിബയോട്ടിക് വർക്ക് ചെയ്യണം. അപ്പൊ അതിനെ കുറച്ച് എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞുതരാം. ഈ ആന്റിബയോട്ടിക്സ് ഞാൻ പറഞ്ഞു. ഇനി ആന്റിസെപ്റ്റിക്സും ഡിസിൻഫെക്റ്റൻസ് എന്താ? ആന്റിസെപ്റ്റിക്സും ഡിസിൻഫെക്റ്റൻസും നമ്മളുടെ ഈ ഓരോ കോണ്ടാക്റ്റിലുള്ള സ്ഥലങ്ങളിലാണ് ഈ ബാക്ടീരിയ ഉണ്ടാവുന്നത്. ആ ബാക്ടീരിയനെ കൊല്ലണതാണ് ആന്റിസെപ്റ്റിക്കും ഡിസിൻഫെക്റ്റൻസ്. ആന്റിസെപ്റ്റിക് സ്കിന്നിൽ ഉപയോഗിക്കും നമ്മൾ. ഈ ഡിസിൻഫെക്റ്റൻസ് ഒക്കെ ഈ ഓരോ സർഫസ്, ടേബിളോ നമ്മളുടെ ടേബിൾ ആൻഡ് ചെയർ, അല്ലെങ്കിൽ നമ്മള് ഈ ഹോസ്പിറ്റലിലൊക്കെ എല്ലാ വരാന്തയും ഈ ഫ്ലോറൊക്കെ ഡിസിൻഫെക്റ്റന്റ് വെച്ചാണ് ക്ലീൻ ചെയ്യുക. ഓക്കെ, അത് കഴിഞ്ഞ് സ്റ്റെറിലൈസേഷൻ. സ്റ്റെറിലൈസേഷൻ എന്താ? അതൊരു പ്രോസസ്സാണ്. അത് എന്ത് ചെയ്യും, എല്ലാ ഫോംസ് ഓഫ് പാത്തോജനെ കൊല്ലും, സ്പോർട്സ് ഉൾപ്പെടെ. ഒരു ബാക്ടീരിയ സ്പോർട്സ് പ്രൊഡ്യൂസ് ചെയ്യും, അതായത് സ്പോർട്സ് ആണ് ഹൈലി ഇൻഫെക്റ്റീവ് ഫോം. അതിനെ കൊന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം എന്താ ശരിയാവില്ലേ? അപ്പൊ സ്പോർട്സിനെ കൂടി കൊല്ലണമാണ് നമ്മളുടെ എന്ത് ഇത്. ഓക്കെ, ഇനി അത് കഴിഞ്ഞ എന്താ? ഡിസീസ് ഏജന്റ്. ഡിസീസ് ഏജന്റ് എന്ന് പറയുന്നത് എന്താ? അതൊരു സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ഒരു ഫാക്ടർ ആണ്, അത് ആ ഡിസീസ് ഉണ്ടാക്കാൻ. ഓക്കെ, ഒന്നിലും അതിന്റെ കൂടുതലാവുമ്പോ അല്ലെങ്കിൽ അത് ഇല്ലാണ്ടാവുമ്പോൾ ഡിസീസ് ഉണ്ടാക്കും, അല്ലെങ്കിൽ ഡെഫിഷ്യൻസിയിൽ. അതാണ് ഡിസീസ് ഏജന്റ്. ഇനി പല ടൈപ്പ് ഡിസീസ് ഏജന്റ്സ് ഉണ്ട്. ഒന്നിലും ബയോളജിക്കൽ ആവാം, ഫിസിക്കൽ ആവാം, മെക്കാനിക്കൽ ആവാം, കെമിക്കൽ ആവാം, ന്യൂട്രിയന്റ് ആവാം. നമുക്ക് ഇതില് മെയിൻ ആയിട്ട് നമുക്ക് എന്താ ബയോളജിക്കൽ ഏജൻസ് ആണ് നോക്കേണ്ടത്. അതിന് ബയോളജിക്കൽ ഏജൻസ് മെയിൻലി എന്താ? വൈറസ് ഉണ്ട്, ബാക്ടീരിയ, ഫംഗൈ, പ്രോട്ടോസോവ, അവരൊക്കെയാണ് എന്ത് ബയോളജിക്കൽ ഏജൻസ്. ന്യൂട്രിയന്റ് ഏജൻസ് എന്ന് പറയുന്നത് ഈ ഫുഡ് കമ്പോണൻസ്, നമ്മൾ കഴിക്കുന്ന ഫുഡിലത്തെ കാർബോഹൈഡ്രേറ്റോ ഫാറ്റോ പ്രോട്ടീനോ മിനറലോ വൈറ്റമിൻസ് അല്ലെങ്കിൽ വാട്ടർ, അതാണ് ന്യൂട്രിയന്റ് ഏജൻസ്. പിന്നെ കെമിക്കൽ ഏജൻസ് ഉണ്ട്. കെമിക്കൽ രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് എൻഡോജീനസ്, നമ്മുടെ ബോഡിയുടെ ഉള്ളിൽ ഉണ്ടാവുന്നത്, അതായത് വല്ല ഹോർമോണിന്റെ കൂടുതലോ കുറവോ കാരണം ഡിസീസ് ഉണ്ടാവുക, എൻസൈംസ്, യൂറിയ, യൂറിക് ആസിഡ്, അതാണ് എൻഡോജീനസ്. ഇനി എക്സോജീനസ് എന്താ? എക്സോജീനസ് കെമിക്കൽ ഏജൻസ് എന്ത് ചെയ്യും? നമ്മളുടെ പുറത്തുനിന്ന് ബോഡിയുടെ ഉള്ളിൽ എൻ്റർ ചെയ്യും. എന്തുകൊണ്ട്? ഇൻഹലേഷൻ ആണെങ്കിൽ നമ്മൾ പില്ല് അല്ലെങ്കിൽ ഇനോക്കുലേഷൻ വഴി വരും. അതാണ് എക്സോജീനസ് കെമിക്കൽ ഏജൻസ്. ഓക്കെ, അതിന്റെ എക്സാമ്പിൾ ആണ് നമ്മളുടെ ഫ്യൂംസ്, ഗ്യാസസ്, ഡസ്റ്റ്, മെറ്റൽസ്, അങ്ങനെ എന്തെങ്കിലും. ഇനി അടുത്തതാണ് ഫിസിക്കൽ ഏജൻസ്. ഫിസിക്കൽ ഏജൻസ് എന്തൊക്കെയുണ്ട്? അത് ഹീറ്റ് ഉണ്ട്, കോൾഡ് ഉണ്ട്, ഹ്യൂമിഡിറ്റി ഉണ്ട്, പ്രഷർ, റേഡിയേഷൻ, ഇലക്ട്രിസിറ്റി, സൗണ്ട്, അതൊക്കെയാണ് ഫിസിക്കൽ ഏജൻസ്. മെക്കാനിക്കൽ ഏജൻസ് എന്താ? മെക്കാനിക്കൽ ഏജൻസ് എന്ന് പറയുന്നത് അവർ ഈ ഫ്രിക്ഷൻ ഉണ്ടാക്കും, മെക്കാനിക്കൽ ഫ്രിക്ഷൻ ഫോഴ്സ്. അത് കാരണം എന്തുണ്ടാവും? ഇഞ്ചുറി ഉണ്ടാവും. അതിന്റെ എക്സാമ്പിൾ ആണ് വല്ല സ്പ്രെയിൻ ഉണ്ടാവുക, കാലിൽ എടുക്കുക, അല്ലെങ്കിൽ ഫ്രാക്ചർ അല്ലെങ്കിൽ ഡിസ്ലൊക്കേഷൻ ഉണ്ടാവുക വല്ല ജോയിന്റിന്റെ. അതാണ് മെക്കാനിക്കൽ ഏജൻസ്. ഓക്കെ, ഇനി കുറച്ച് സയന്റിസ്റ്റുകളുടെ പേര് പറയാം. ഫാദർ ഓഫ് മെഡിസിൻ ആരാ? ആൾ ഹിപ്പോക്രട്ടസ് ആണ്. അതാണ് നമ്മൾ MBBS കയറുമ്പോൾ ഹിപ്പോക്രട്ടസിന്റെ റൂട്ടാണ് ഏറ്റവും ആദ്യം എടുക്കുന്നത് ഡോക്ടർ ആവുന്നതിന് മുമ്പ്. അത് എടുത്തിട്ടാണ് നിങ്ങളുടെ ഫസ്റ്റ് ഇയർ MBBS സ്റ്റാർട്ട് ആവുക. അപ്പൊ ഫാദർ ഓഫ് മെഡിസിൻ നമ്മൾ എന്താ പറയാ, നമ്മൾ വാഴ്ത്തപ്പെടുന്ന ആളാണ് ഹിപ്പോക്രട്ടസ്. അത് കഴിഞ്ഞാൽ ഫാദർ ഓഫ് സർജറി. ഫാദർ ഓഫ് സർജറി ശുശ്രുതയാണ്. ആളെന്താ? ഈ നോൺ പോയിസണസ് ലീച്ചസ് ആണ് ആന്റിബയോട്ടിക് ഉപയോഗിച്ചിരുന്നത്. എന്ത്? സർജറിയുടെ സമയത്ത്. മനസ്സിലായാലോ? നിങ്ങൾക്കറിയാം അട്ടയൊക്കെ എന്താ പറയാ കടിച്ചങ്ങനെ ചോര ഇങ്ങനെ പുറത്തു വരുന്നു. അത് കാരണം ആന്റിബയോട്ടിക് ആയിട്ടാണ് ഉപയോഗിച്ചിരുന്നത്. എന്ത്? നോൺ പോയിസണസ് ലീച്ചസ്. ഈ ഫാദർ ഓഫ് ആയുർവേദ ആരാ? ചരക. പിന്നെ ഫാദർ ഓഫ് മോഡേൺ പെത്തോളജി റുഡോൾഫ് വെർച്ചർ. ഫാദർ ഓഫ് ഇമ്മ്യൂണിറ്റി എഡ്വേർഡ് ജെന്നർ. സ്മോൾ പോക്സ് കണ്ടുപിടിച്ചത്, സ്മോൾ പോക്സിന്റെ വാക്സിൻ കണ്ടുപിടിച്ചത്. പിന്നെന്താ?
ഫാദർ ഓഫ് ബ്ലഡ് ഗ്രൂപ്പിംഗ് നിങ്ങൾക്കറിയാം ലാൻസ്റ്റീന്. ഫാദർ ഓഫ് മോഡേൺ ബാക്ടീരിയോളജി നമ്മളെ റോബർട്ട് കോച്ച്. പിന്നെ ഓക്കെ ഇത്രയും നമുക്ക് ഇത്രയും എഴുതാം. ഹെൽത്ത് എന്താണ് ആദ്യം? ഹെൽത്ത് എന്താ? സ്റ്റേറ്റ് ഓഫ് കംപ്ലീറ്റ് ഫിസിക്കൽ, mental and social well-being, and not merely an absence of a disease. ഡിസീസ് എന്ന് പറയുന്നത് എന്താ? ഞാൻ പറഞ്ഞു, any change from the normal state that causes discomfort, disability. ഇനി ഇൻക്യുബേഷൻ പീരീഡ് ഞാൻ പറഞ്ഞിരുന്നു, അതെന്താ? ടൈം ഇന്റർവെൽ ആണ്. പാത്തജന്റെ എൻട്രിയും സിംറ്റം അപ്പിയർ ചെയ്യുന്ന സമയം. ആന്റിബയോട്ടിക്സ് അതെന്താന്ന് നിങ്ങൾക്കറിയാം. ബയോട്ടിക്സിനെതിരെയുള്ളതാണ് ആന്റിബയോട്ടിക്സ്. എക്സാമ്പിൾ ബാക്ടീരിയോസ്റ്റാറ്റിക് ഉണ്ട്. അതിന്റെ എക്സാമ്പിൾ ആണ് ടെട്രാസൈക്ലിൻ, പിന്നെ ക്ലോറാംഫെനിക്കോൾ. പിന്നെ ബാക്ടീരിയോസിഡിൽ ആണ് മെയിൻ ആംപിസിലിൻ, സിപ്രോഫ്ലോക്സിസിൻ ഒക്കെ. ഓക്കെ, ഇനി എന്താ നമ്മൾ പറയുന്നത്? ഡിസീസ് ഏജന്റ്സ് ആണ്. ഓക്കെ, ഇതാണ് ഡിസീസ് ഏജന്റ്. അതെന്താ ഒരു ഫാക്ടർ ആണ്, അതെന്തുണ്ടാക്കും? ഒരു ഡിസീസ് ഉണ്ടാക്കും. അതെന്ത് എക്സസ് ആവുമ്പോ ആണെങ്കിൽ ഡെഫിഷ്യൻസി ആണെങ്കിൽ ആബ്സെൻസ്. ഓക്കെ, ഇനി പല ടൈപ്പ് ഏജന്റ്സ് ഉണ്ട്, ഡിസീസ് ഏജന്റ്സ്. ഫസ്റ്റ് ബയോളജിക്കൽ എന്താ? ഈ പാത്തജൻസ് ആണ്. എന്തൊക്കെ? നമ്മളുടെ ബാക്ടീരിയ, ഫംഗൈ, പ്രോട്ടോസോവൻസ് ഒക്കെ എക്സെട്ര. പിന്നെന്താ? ന്യൂട്രിയൻ. അതായത് HDL അല്ലെങ്കിൽ LDL, കൊളസ്ട്രോൾ ഒക്കെ കേട്ടിട്ടില്ല, അതേപോലെ. അതിന് കെമിക്കൽ ഏജന്റ്സ്. അത് എക്സോജീനസ് ഉണ്ട്, എൻഡോജീനസ് ഉണ്ട്. അതിന് ഫിസിക്കൽ ഏജന്റ്സ്. മെക്കാനിക്കൽ ഏജന്റ്സ്. ഓക്കെ, അപ്പൊ ഇതാണ് എന്താ പറയാ ഇപ്പൊ ഞാൻ പറഞ്ഞതിന്റെ സമ്മറികൾ. ഇനി നമുക്ക് കുറച്ച് ഇതും കൂടി നോക്കാണ്ട്. എന്ത്? സയന്റിസ്റ്റുകൾ. ഫാദർ ഓഫ് മെഡിസിൻ ആരാ?
Hippocrates. Father of surgery, Sushruta. Father of Ayurveda, Charaka. Father of immunity. Okay. ഇത്രയാണ് ഞാൻ ഇതുവരെ പഠിപ്പിച്ച കുറച്ച് സാധനം. ഇനി നമുക്ക് പഠിക്കാനുള്ള ടൈപ്സ് ഓഫ് ഡിസീസസ് ആണ്. നമുക്ക് ഡിസീസസിനെ രണ്ട് രീതിയിൽ ബ്രോഡ്ലി ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഒന്ന് കൺജനൈറ്റൽ, പിന്നെ അക്വയർഡ്. കൺജനൈറ്റൽ ഡിസീസസ് എന്ന് പറയുന്നത് വല്ല ജന്മനാ ഉള്ള എന്താ അനാറ്റമിക്കൽ അല്ലെങ്കിൽ ഫിസിയോളജിക്കൽ അബ്നോർമാലിറ്റീസ് നമ്മൾ ജനിച്ച ഉടനെ തൊട്ട് ഉണ്ടാവുന്നതാണ്. അതിന്റെ എക്സാമ്പിൾ ആണ് വല്ല സിംഗിൾ ജീൻ മ്യൂട്ടേഷൻ കൊണ്ട് നിങ്ങൾക്ക് സിക്കിൾ സെൽ അനീമിയ, ഹീമോഫീലിയ, കളർ ബ്ലൈൻഡ്നെസ്, ആൽബിനിസം, എൽകാപ്റ്റോണൂറിയ, അതൊക്കെ മനസ്സിലായാലും. പിന്നെ ക്രോമോസോമൽ എബറേഷൻസ്. ക്രോമോസോമൽ എബറേഷൻസ് എന്തൊക്കെ? ഡൗൺ സിൻഡ്രോം, പിന്നെ ക്ലൈൻഫെൽട്ടർ സിൻഡ്രോം, ടേണർ സിൻഡ്രോം ഒക്കെ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ആയിട്ട് വല്ല ഈ ലെഫ്റ്റ് പാലറ്റ് ഒക്കെ കണ്ടിട്ടില്ലേ? അപ്പൊ അതൊക്കെയാണ് എന്ത് മെയിൻലി കൺജനൈറ്റൽ. അക്വയർഡ് ഡിസീസ് എന്ന് പറയുന്നത് രണ്ട് ടൈപ്പ് ഉണ്ട്. അത് ജനിച്ചു കഴിഞ്ഞിട്ടുണ്ടാവുന്ന ഒന്ന് കമ്മ്യൂണിക്കബിൾ, മറ്റേത് നോൺ കമ്മ്യൂണിക്കബിൾ. കമ്മ്യൂണിക്കബിൾ എന്ന് പറയുന്ന ഡിസീസസ് എന്ന് പറഞ്ഞാൽ എന്താ? ആ ഡിസീസസ് എന്താ ഈ പാത്തജൻസ് കാരണമാണ് ഉണ്ടാവുന്നത്. എന്നിട്ട് അത് കാരണം പാത്തജൻ ഒരു ബോഡിയിൽ നിന്ന് അപ്പുറത്തെ ബോഡിയിലേക്ക് ഇൻഫെക്ട് ചെയ്യും. ഹെൽത്തി പേഴ്സൺസിന് ഇൻഫെക്ട് ചെയ്യാനുള്ള കഴിവുള്ളതിനാണ് നമ്മൾ എന്ത് പറയാ? കമ്മ്യൂണിക്കബിൾ അല്ലെങ്കിൽ ഇൻഫെക്ഷ്യസ് ഡിസീസസ്. ഇനി ജർമ്മൻ ഫിസിഷ്യൻ ഉണ്ട് റോബർട്ട് കോച്ച്. ആൾ എന്ത് ചെയ്തു? 4 കണ്ടീഷൻസ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്തിന്? ഒരു സ്പെസിഫിക് പാത്തജനെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ, എന്താ പറയുക, പെർട്ടിക്കുലർ ഡിസീസസ് ഉണ്ടാക്കാൻ. ആ സസ്പെക്ടഡ് പാത്തജൻ എന്തായിരിക്കും? ആ അനിമലിൽ ഉണ്ടായിരിക്കണം. ആ ഇൻഫെക്ഷൻ ഉള്ള അനിമൽ സഫർ ചെയ്യുന്നതിൽ എന്തുണ്ടായിരിക്കണം? ആ സസ്പെക്ടഡ് പാത്തജൻ ഉണ്ടാവണം. പിന്നെ നമ്മൾ ഈ ഡിസീസ്ഡ് ആനിമലിൽ നിന്ന് പാത്തജൻ എന്താ പറയാ ഐസൊലേറ്റ് ചെയ്ത എന്താ ഒരു പ്യുവർ കൾച്ചറിൽ എന്ത് ചെയ്യണം? ആ ഡിസീസ്ഡ് ആനിമൽ എന്തായിരിക്കും? പ്യുവർ കൾച്ചറിൽ ഉണ്ടാവണം. ഇനി ഈ കൾച്ചർ ഇനോക്കുലേറ്റ് ചെയ്തത് ഹെൽത്തി ഹോസ്റ്റില് നമ്മൾ എന്താ ഇനോക്കുലേറ്റ് ചെയ്താൽ അവിടെ എന്താ ഉണ്ടാവണം? ഡിസീസ് ഉണ്ടാവണം. ഈ പാത്തജൻ എന്തായിരിക്കും? ഈ എൻവയോൺമെന്റ് ഹോസ്റ്റിൽ നിന്ന് റിക്കവറബിൾ ആയിരിക്കണം. മനസ്സിലായല്ലോ? ഓക്കെ. ഇനി ഡിസീസസ് എങ്ങനെ ട്രാൻസ്മിറ്റ് ആവണം? പാത്തജൻസ് വഴി. അതെന്താ? ഒരു റിസർവർ ഓഫ് ഇൻഫെക്ഷൻ ഹെൽത്തി പേഴ്സണിനാണ് ട്രാൻസ്മിറ്റ് ആവാം. അത് ഡയറക്റ്റ് ആവാം അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആവാം. ഡയറക്റ്റ് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് എന്താ? ഈ ഡിസീസ് ഉണ്ടാക്കുന്ന പാത്തജൻസ് എന്താ ഹ്യൂമൻ ബോഡിയിൽ ഡയറക്റ്റ്ലി എത്തും, ഒരു ഇന്റർമീഡിയറ്റ് ഏജൻസി ഒന്നും ഇല്ലാണ്ട് തന്നെ. അതെങ്ങനെ വരാം? ഒന്നില്ലെങ്കിൽ നമ്മൾ ഇൻഫെക്റ്റഡ് പേഴ്സൺ ആയിട്ട് കോണ്ടാക്ട് വരാം. മനസ്സിലായി? ആ സ്കിന്നിൽ തൊട്ടു അല്ലെങ്കിൽ ഡയറക്റ്റ് കോണ്ടാക്ട്. അതിന്റെ എക്സാമ്പിൾസ് ആണ് ഈ റിംഗ് വോം, അത്ലീറ്റ്സ് ഫുഡ്, അല്ലെങ്കിൽ ചിക്കൻ പോക്സ്, അതൊക്കെ. ഓക്കെ. അപ്പൊ ഇതൊക്കെയാണ് കണ്ടീജിയസ് ഡിസീസസ്. ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് എന്താ? അതായത് നമ്മൾ തുമ്മിയാന്, ചുമച്ചാള്, എന്താ പറയാ ഡ്രോപ്ലെറ്റ്സ്, എന്താ പറയാ ഈ മ്യൂക്കസ് ഡ്രോപ്ലെറ്റ്സ്, കഫിങ്, സ്നീസിങ്, അല്ലെങ്കിൽ തുപ്പല് വരാൻ, അല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ കുറച്ച് തുപ്പല് വരയ്ക്കും. അങ്ങനെ ഈ ഡ്രോപ്ലെറ്റ്സിൽ ഈ പാത്തജൻസ് ഉണ്ടാവും. അത് ഇനി വേറൊരാളുടെ നേസൽ മെംബ്രെയിൻ, ത്രോട്ട് അല്ലെങ്കിൽ ലങ്സിൽ പോയി ഇൻഫെക്ട് ചെയ്യും. ഇതിന്റെ എക്സാമ്പിൾസ് ആണ് ഡിഫ്തീരിയ, സ്കാർലറ്റ് ഫീവർ, ഇൻഫ്ലുവൻസ, അല്ലെങ്കിൽ കോമൺ കോൾഡ്. ഓക്കെ. ഇനി അല്ലെങ്കിൽ ചിലത് എന്താ ഈ സോയിലായിട്ട് കോണ്ടാക്ട് ഉള്ളപ്പോ എന്താ പറയാ ഡിസീസ് ഉണ്ടാവും. അതായത് അതിനുള്ള ബാക്ടീരിയ മെയിൻലി ഇൻ ടെറ്റനസ് അല്ലെങ്കിൽ ബ്ലഡ് പോയിസണിങ്. അതായത് നിങ്ങൾ ഈ ആക്സിഡന്റ് ഒക്കെ കഴിഞ്ഞ് ചിലർ TT ഒക്കെ എടുക്കണം കേട്ടിട്ടില്ല. അതെന്തുകൊണ്ട്? ഈ സോയിലിൽ അല്ലെങ്കിൽ റോഡിലൊക്കെ എന്താ ടെറ്റനസ്, ക്ലോസ്ട്രീഡിയം ടെറ്റനിങ് എന്ന ബാക്ടീരിയക്കുള്ള റിസർവോയറാണ്. അപ്പൊ അങ്ങനെയുള്ളപ്പോ നമുക്ക് സോയിൽ കോണ്ടാക്ട് വഴിയും എന്താ പറയാ സ്പ്രെഡ് ആവാം. പിന്നെ ചില ആനിമൽ ബൈറ്റ്സ്, ഈ റേബീസ് വൈറസ് ഒക്കെ നിങ്ങൾക്കറിയാലോ, ഈ ഡോഗ്സ് വഴി പകരുന്നത്. പിന്നെ പ്ലാസിന്റെ വഴി, അതായത് കുട്ടി ജനിക്കുന്നതിന് മുമ്പ് പ്ലാസിന്റെ വഴി അമ്മയുടെ കുട്ടിക്ക് വരുന്ന എന്താ ഈ മീസിൽസ്, ജർമ്മൻ മീസിൽസ് അല്ലെങ്കിൽ സിഫിലിസ് ഒക്കെ അമ്മയ്ക്ക് വരും. ഓക്കെ.
ഇതാണ് എന്ത് ഡയറക്റ്റ് ട്രാൻസ്മിഷൻ. ഇൻഡയറക്റ്റ് ട്രാൻസ്മിഷൻ എന്താ, ഈ ചില ഡിസീസിന്റെ പാത്തജൻസ് എന്താ ഹ്യൂമൻ ബോഡിയിൽ എത്തും ത്രൂ എന്താ സം ഇന്റർമീഡിയറ്റ് ഏജൻസ്. ആ ഏജൻസിനെയാണ് നമ്മൾ എന്താ വെക്ടേഴ്സ് എന്ന് പറയാം. അതിന്റെ എക്സാമ്പിൾ ഹൗസ് ഫ്ലൈ ഉണ്ട്, കോളറ, ടൈഫോയിഡ്, ഡിസെൻട്രി ഒക്കെ ഉണ്ടാക്കുന്ന ഹൗസ് ഫ്ലൈ. പിന്നെ ചില ആൻസ്, കോക്രോച്ചസ്. പിന്നെ വെഹിക്കിൾ ബോൺ മെത്തേഡ്, അതായത് ഈ നമ്മൾ ഡിസെൻട്രി, കോളറിങ്, ടൈഫോയിഡ് ഒക്കെ ഉണ്ടാക്കുന്ന ഓർഗാനിസംസ് ഹ്യൂമൻ ഡൈജസ്റ്റീവ് ട്രാക്റ്റിൽ എങ്ങനെ എത്തും? ഫുഡ് വഴിയാണെങ്കിൽ വാട്ടർ വഴി. അപ്പൊ ഫുഡ് ആണെങ്കിൽ വാട്ടർ ആണ് എന്തുണ്ടാവണം, ഇതുണ്ടാക്കണം, വെഹിക്കിളായി ആക്ട് ചെയ്യും. പിന്നെ എയർബോൺ മെത്തേഡ്. ഓക്കെ, ഇതാണ് എന്ത് സ്പ്രെഡ്. ഇപ്പൊ ടൈപ്സ് ഓഫ് ഡിസീസ് ആണ് നമ്മളിപ്പോ തുടങ്ങിയത്, അത് എഴുതാം. രണ്ട് ടൈപ്പായി ക്ലാസിഫൈ ചെയ്യാം, കൺജനൈറ്റൽ പിന്നെ എക്വയർഡും. കൺജനൈറ്റൽ എന്താ, ആക്ച്വലി ബർത്തിൽ തന്നെ ഉണ്ടാവുന്ന എബ്നോർമാലിറ്റീസ് ആണ്. എക്സാമ്പിൾ ആണ് ജീൻ മ്യൂട്ടേഷൻ ഒക്കെ വഴി സിക്കിൾ സെൽ അനീമിയ, ആൽബിനിസം, ടേണർ സിൻഡ്രോം, അതൊക്കെ. പിന്നെ ക്ലൈൻഫെൽട്ടർ. ഈ എക്വയർഡ് എന്താ, എക്വയർഡ് എന്ന് പറയുന്നത് ആഫ്റ്റർ ബർത്ത് ഡെവലപ്പ് ചെയ്യണം. രണ്ട് ടൈപ്പ് ഉണ്ട്, കമ്മ്യൂണിക്കബിളും നോൺ കമ്മ്യൂണിക്കബിളും ഞാൻ പറഞ്ഞു. പിന്നെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആണ് നോക്കേണ്ടത്. അതിന് കോച്ച് പോസ്റ്റ്ലേറ്റ്സ് ആണ് ഏറ്റവും അതിന് മുമ്പ് നോക്കേണ്ടത്. ഫസ്റ്റത്തെ എന്താ, ആ പാത്തജൻ എന്തായിരിക്കും ആനിമൽസിൽ ഉണ്ടായിരിക്കണം, പക്ഷെ ഹെൽത്തി ഇൻഡിവിജ്വൽസ് ഉണ്ടാവരുത്. രണ്ടാമത്തെ പോസ്റ്റ്ലേറ്റ് എന്താ, ഈ ഐസൊലേറ്റ് ചെയ്ത പാത്തജൻസ് എന്താ ഈ ഡിസീസ്ഡ് ആനിമൽസിൽ എടുത്തിട്ട് നമുക്കത് കൾച്ചർ ചെയ്യാൻ പറ്റണം. ഇനി എങ്ങനെ ട്രാൻസ്മിറ്റ് ആവണമെന്ന് നോക്കാം. ഡയറക്റ്റ് ട്രാൻസ്മിഷൻ ഉണ്ട്, ഇൻഡയറക്റ്റ് ട്രാൻസ്മിഷൻ ഉണ്ട്. Directly first one on the contact with infected person. ഇതിന്റെ സ്കിൻ കോണ്ടാക്ട് ആണ് ഉദ്ദേശിക്കുന്നത്. എക്സാമ്പിൾ എന്താ, ഇവല ഇൻഫെക്ഷൻ അല്ലെങ്കിൽ സോഴ്സ് എന്നുള്ള ഇത് കോണ്ടാക്റ്റിലായി വരുമ്പോഴാണ് ഉണ്ടാവുക. എക്സാമ്പിൾ റിംഗ് വേം, athlete's foot, barber's itch. Okay, syphilis, chicken pox. ഇതാണ് ഇൻഫെക്റ്റഡ് പേഴ്സൺസ് കോണ്ടാക്ട്. രണ്ടാമത്തെ എന്താ, ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ. ഇതില് കുറച്ച് ഡിസീസസ് എന്താ, ഈ
കൺഫൈൻ പ്ലേസസിൽ അവരുണ്ടാവുക, അത് ഇൻഫെക്റ്റഡ് പേഴ്സണിന് സ്പ്രെഡ് ചെയ്യും. ഇങ്ങനെ ഈ മ്യൂക്കസ് വഴി കഫിങ്, സ്നീസിങ്, സ്പിറ്റിങ് അല്ലെങ്കിൽ ടോക്കിങ് സോറി. ഓക്കെ, ഇതാണ് ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ. ഇനി മൂന്നാമത്തെ എന്താ? കോണ്ടാക്ട് വിത്ത് സോയിൽ. അതാണ് എന്താ? നമ്മളെ ടെറ്റനസ് അല്ലെങ്കിൽ ബ്ലഡ് പോയ്സണിങ്. നാലാമത്തെയാണ് എന്ത്? അനിമൽ ബൈറ്റ്സ്. അനിമൽ ബൈറ്റ്സ് എന്ന് പറയുന്നത് മെയിൻലി റേബീസ് വൈറസ്. ഇതൊക്കെയാണ് എന്ത്? ഡയറക്റ്റ് ട്രാൻസ്മിഷന്റെ എക്സാമ്പിൾസ്. ഇനി നമുക്ക് ഇൻഡയറക്റ്റ് ട്രാൻസ്മിഷൻ ആണ് നോക്കേണ്ടത്. ഇൻഡയറക്റ്റ് ട്രാൻസ്മിഷൻ ഫസ്റ്റ് വൺ വെക്ടേഴ്സ് ആണ്. ഫോർ എക്സാമ്പിൾ ഹൗസ് ഫ്ലൈ, പിന്നെ രണ്ടാമത്തെയാണ് വെഹിക്കിൾ ബോൺ മെത്തേഡ്. ഇതിൽ പോസിറ്റീവ് ഓർഗാനിസം എന്താ? ഡിസെൻട്രി അല്ലെങ്കിൽ കോളറ, ടൈഫോയിഡിന്റെ ആയിരിക്കും. അത് ഹ്യൂമൻ ഡൈജസ്റ്റീവ് ട്രാക്റ്റിൽ എൻ്റർ ചെയ്യും വിത്ത് എന്ത്? ഫുഡ് ആൻഡ് വാട്ടർ. പിന്നെയാണ് എയർബോൺ മെത്തേഡ്. ഓക്കെ, ഇത്രയാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് ബാക്കി എന്താ? ക്ലാസിഫിക്കേഷൻ ഓഫ് എന്താ? കമ്മ്യൂണിക്കബിൾ ഡിസീസ്.
അപ്പോൾ കമ്മ്യൂണിക്കൽ ഡിസീസ് ക്ലാസിഫൈ ചെയ്യണമെങ്കിൽ എന്താ ടൈപ്പ് ഓഫ് പോസിറ്റീവ് ഏജന്റ് അറിയണം. പിന്നെന്താ ടൈപ്പ് ഓഫ് പോസിറ്റീവ് ഏജന്റ് അനുസരിച്ച് കമ്മ്യൂണിക്കൽ ഡിസീസ് കമ്മ്യൂണിക്കബിൾ ഡിസീസിനെ നമുക്ക് കുറെ ടൈപ്പ് ഡിസീസ് ആക്കാം. ബാക്ടീരിയൽ, വൈറൽ, റിക്കറ്റ്സിയൽ, സ്പൈറോകീറ്റർ, പ്രോട്ടോസോവൻ, ഫംഗൽ, ഹെൽമിൻസ് എക്സെട്ര. അപ്പൊ ബാക്ടീരിയൽ ഡിസീസസ് മെയിൻലി എന്താ കോളറ, ന്യൂമോണിയ, ടൈഫോയിഡ് ആണ്. അപ്പൊ കോളറ ഉണ്ടാക്കണ ആരാ? വിബ്രിയോ കോളറയാണ് കോമ ഷേപ്ഡ്. അതെവിടെ അവരുടെ ഹാബിറ്റാറ്റ് എവിടെയാ? ഇൻഡസ്റ്റൈൻ അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് ട്രാക്സിന്റെ പാർട്സിലായിരിക്കും. മെയിൻ സിംറ്റംസ് എന്തായിരിക്കും? ഡയറിയ, വോമിറ്റിംഗ്, മോഡ് ഓഫ് ഇൻഫെക്ഷൻ, കണ്ടാമിനേറ്റഡ് ഫുഡ് ഓർ വാട്ടർ. അത് കഴിഞ്ഞ് ന്യൂമോണിയ ഉണ്ടാക്കുന്ന മെയിൻലി സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ. ഹാബിറ്റാറ്റ് ലങ്സ് ആണ്. മെയിൻ സിംറ്റംസ് എന്താ? സഡൻ ചിൽ, ചെസ്റ്റ് പെയിൻ, ഡിഫിക്കൽട്ടി ഇൻ ബ്രീത്തിങ്. മോഡ് ഓഫ് ഇൻഫെക്ഷൻ ഇങ്ങനെ സ്പൂട്ടം വരും 1 to 3 days. പിന്നെ ടൈഫോയിഡ് ആരുണ്ടാക്കുന്ന? സാൽമണല്ല ടൈഫിയാണ്. അത് ഇൻഡസ്റ്റൈനിലാണ് ഹാബിറ്റാറ്റ്. മെയിൻ സിംറ്റംസ് ഫീവർ ആണ്, കോൺസ്റ്റന്റ്. മോഡ് ഓഫ് ഇൻഫെക്ഷൻ കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടർ ആണ്. ടെറ്റനസ് എന്താ? ക്ലോസ്ട്രീഡിയം ടെറ്റനി. അതിന്റെ ഹാബിറ്റാറ്റ് എന്താ? ടിഷ്യൂസ് ആണ്. ക്ലോസ്ട്രീഡിയം ടെറ്റനിയുടെ മെയിൻ സിംറ്റംസ് എന്താ? പെയിൻഫുൾ മസ്കുലർ സ്പാസം അല്ലെങ്കിൽ പാരാലിസിസ് ആണ്. വൂണ്ട് വഴിയാണ്, അല്ലെങ്കിൽ ബേൺസ് അല്ലെങ്കിൽ ഈ സർജറിയുടെ സമയത്ത് നമ്മൾ ഇൻസ്ട്രുമെന്റ്സ് സ്റ്റെറിലൈസ് ചെയ്തില്ലെങ്കിൽ അപ്പോഴും വരും. പിന്നെ ഡിഫ്തീരിയ ആരാ ഉണ്ടാക്കുന്ന? കോർണി ബാക്ടീരിയം ഡിഫ്തീരിയം. അതെങ്ങനെ ഹാബിറ്റേറ്റ്? അവർ മ്യൂക്കസ് മെംബ്രെയിനിലാണ്, നോസിന്റെയും ത്രോട്ടിന്റെയും മ്യൂക്കസ് മെംബ്രെയിനിലാണ് ഉണ്ടാവുക. അപ്പൊ സോർ ത്രോട്ട് ആണ് മെയിൻ സിംറ്റം. മോഡ് ഓഫ് ഇൻഫെക്ഷൻ ഓറൽ ആൻഡ് നേസൽ ഡിസ്ചാർജസ് ആണ്. ഏതൊക്കെ ഞാൻ പറഞ്ഞു? കോളറ പറഞ്ഞു, ഡിഫ്തീരിയ പറഞ്ഞു. ഓക്കെ ഇനി നമുക്ക് വൈറൽ ഇത് നോക്കാം. വൈറലില് മെയിൻലി നമ്മള് ബാക്ടീരിയ കഴിഞ്ഞിട്ടില്ല. ആറാമത്തെ ഈ യൂപ്പിംഗ് കഫ് ഉണ്ട്. അത് ബോർഡെല്ല പെർട്ടൂസസ് ആണ് ഉണ്ടാക്കുന്നത്. ഹിമോഫിലിസ് പെർട്ടൂസസ്. പിന്നെ ട്യൂബർകുലോസിസ് ആരാ? മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ്. പിന്നെ പ്ലേഗ് അല്ലെങ്കിൽ ബ്ലാക്ക് ഡെത്ത്, പാസ്ചറല്ല പെസ്റ്റിസ്. ലെപ്രസി, മൈക്കോബാക്ടീരിയം ലെപ്രേ, സിഫിലിസ്, ട്രിക്കോണ, പെലീരിയം, സ്പൈറോകീറ്റ ആണ്. അത് ഓറൽ അല്ലെങ്കിൽ റെക്ടൽ ജനൈറ്റൽ മ്യൂക്കോസ വഴി. അൾസേഴ്സ് ആണ് അവിടെ കാണാം. ഗൊണോറിയ, നിസേരിയ ഗൊണോറിയ ആണ് യൂറോജനൈറ്റൽ മ്യൂക്കോസ. ഡയറി ഡിസീസസ് എന്താ? ഷിഗല്ല, സാൽമണല്ല, എസ്കറിൽ, ഈകോലൈ, കമ്പൈലോബാക്ടർ. അത് കഴിഞ്ഞ് ഇനി വൈറൽ ഡിസീസസ്. നമ്മുടെ ഹ്യൂമൻസിലുള്ള വൈറൽ ഡിസീസസ് ഏതൊക്കെയാ? ഇൻഫ്ലുവൻസ, അത് മിക്സോ വൈറസ് ഇൻഫ്ലുവൻസയാണ് പാത്തജൻ. മ്യൂക്കസ് മെംബ്രെയിൻ ആണ് റെസ്പിറേറ്ററി ട്രാക്റ്റിലവര്. മെയിൻ സിംറ്റംസ് നേസൽ ഡിസ്ചാർജ്, ഫീവർ, ബോഡി ഏക്ക്. അതിന് സ്മോൾ പോക്സ് ഒന്നും ഇപ്പൊ ഇല്ല, ഹൈലി കണ്ടീജിയസ് ഡിസീസ് ആയിരുന്നു. വാക്സിൻ ഉള്ളതുകൊണ്ട് സ്മോൾ പോക്സ് ഇപ്പൊ ഇല്ല. പക്ഷെ സ്മോൾ പോക്സ് വൈറസ് ഏതൊരു നമ്മളുടെ US ഏതൊരു ലബോറട്ടറിയിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടെന്നാ പറയണം. അത് അവർക്ക് ബയോ ടെററിസ്റ്റ് യൂസ് ചെയ്യാമെന്നുള്ള ഒരു റൂമേഴ്സ് കേൾക്കുന്നുണ്ട് നമുക്ക്. അത് കഴിഞ്ഞ് മീസിൽസ് ഉണ്ടാക്കുന്ന റൂബിയോള വൈറസ് ആണ്. അത് മെയിൻ സിംറ്റം എന്താ? ഫീവർ ഉണ്ടാവും, പിന്നെ ഇൻഫ്ലമേഷൻ ഉണ്ടാവും, നേസൽ മ്യൂക്കോസയുടെ, ഹെപ്പറ്റൈറ്റ് ലോസ്, പിന്നെ റെഡ് വാട്ടറി ഐസ് അല്ലെങ്കിൽ സ്കിൻ റാഷ് ഒക്കെയാണ്. റേബീസ് വൈറസ് ഉണ്ട്. അത് ഹാബിറ്റാറ്റ് അവരുടെ ബ്രെയിൻ, സ്പൈനൽ കോഡാണ്. ഇപ്പൊ ബൈറ്റിംഗ് ബിഹേവിയർ, ഈ വെള്ളം പേടിയാവും കണ്ടിട്ടില്ല നിങ്ങൾ. പിന്നെ ഹെഡ് ഏക്ക് ഉണ്ടാവും സിവിയർ. പട്ടി കടിച്ചാലാണ് മെയിൻ ഉണ്ടാവുക റേബീസ്. അത് കഴിഞ്ഞ മംസ്, അത് പാരാമിക്സോ വൈറസ് ആണ് ഉണ്ടാക്കുന്ന മംസ്. പോളിയോമൈലൈറ്റിസ് അങ്ങനെ കുറെ ഉണ്ട്. ഡെങ്കി, ഹെപ്പറ്റൈറ്റിസ്. പ്രോട്ടോസോവന്റെ മലേറിയ ആണ് നമുക്ക് എന്ത് ഡീറ്റെയിൽ ആയി പഠിക്കാനുള്ളത്. അപ്പൊ അത് അടുത്ത ക്ലാസ്സിൽ നോക്കാം. നമുക്ക് ഇപ്പോ NCERT നോക്കാം. ഓക്കെ, ഞാൻ പറഞ്ഞു ഹെൽത്ത് എന്നാണ് എന്താന്ന് ഞാൻ പറഞ്ഞിരുന്നു അല്ലെ. അത് നിയർലി ആബ്സെൻസ് ഓഫ് ഡിസീസ് അല്ല, അത് ആക്ച്വലി കംപ്ലീറ്റ് എന്താ ഫിസിക്കൽ, മെന്റൽ, സോഷ്യൽ വെൽബീയിങ് ആണ്. അപ്പൊ ഹെൽത്തി ആണെങ്കിൽ എന്താ എല്ലാവരും എന്താ മോർ എഫിഷ്യന്റ് ആയിരിക്കും. അങ്ങനെ പ്രൊഡക്ടിവിറ്റി കൂടും, പിന്നെ എന്താ എക്കണോമിക് പ്രോസ്പെറിറ്റി ഉണ്ടാവും. അപ്പൊ ഹെൽത്ത് ആണ് ഒരു കൺട്രിയുടെ എന്ത് GDP ഡിറ്റർമിൻ ചെയ്യുന്ന ഫാക്ടർ. ഓക്കെ,
ഈ ബാലൻസ് ഡയറ്റ് ഇമ്പോർട്ടന്റ്, പേഴ്സണൽ ഹൈജീൻ ഇമ്പോർട്ടന്റ്, എക്സസൈസ് ഇമ്പോർട്ടന്റ് ആണ്. ഇതിന് ഒരു ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യണം, യോഗയും പ്രാക്ടീസ് ചെയ്യാം. മെന്റൽ ഹെൽത്തിനൊക്കെ ബെസ്റ്റ് ആണ് യോഗ. ഇനി നമുക്ക് ഡിസീസ് എന്താ പറയാ, ഡിസീസ് തന്നെ എന്താ, ഈ വല്ല ഓർഗനൊന്നും ഫങ്ഷൻ ഇല്ല, അഡ്വേഴ്സ്ലി എഫക്റ്റഡ് ആണ്, അത് കാരണം എന്താ നമ്മളുടെ വെൽബീങ് നമുക്ക് ഫങ്ഷൻ ചെയ്യാൻ പറ്റില്ല, അതിനെയാണ് നമ്മൾ എന്താ പറയാ ഹെൽത്തി അല്ല, അതായത് വി ഹാവ് എ ഡിസീസ് എന്ന് പറയുന്നത്. ഈ ഡിസീസസിനെ നമുക്ക് എങ്ങനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും? നമുക്ക് ഇൻഫെക്ഷ്യസും നോൺ ഇൻഫെക്ഷ്യസും പറയാം. സാൽമോണ ടൈഫിയാണ് നമ്മളെ ഒരു പാത്തജനിക് ബാക്ടീരിയ ആണ്. അത് എന്തുണ്ടാക്കും? ടൈഫോയിഡ് ഫീവർ ഹ്യൂമൻ ബീങ്സിലും. അവരെങ്ങനെ എൻറ്റർ ചെയ്യുക? ഈ ഫുഡ് അല്ലെങ്കിൽ വെള്ളം വഴി കണ്ടാമിനേറ്റ് ചെയ്ത് അവര് പിന്നെ ബ്ലഡിൽ കയറിയും. സസ്റ്റെയിൻഡ് ഹൈ ഫീവർ ആണ്, വീക്ക്നെസ്, സ്റ്റൊമക് പെയിൻ, കോൺസ്റ്റിപ്പേഷൻ, ഹെഡ് ഏക്ക്, ലോസ് ഓഫ് appetite ആണ് കോമൺ സിംറ്റംസ്. പിന്നെ ഇൻഡസ്റ്റൈനൽ പെർഫറേഷൻസ് ഉണ്ടാവും, ഡെത്ത് ഉണ്ടാവും. ടൈഫോയിഡ് ഫീവർ കൺഫേം ചെയ്യാൻ വിഡാൽ ടെസ്റ്റ് ഉണ്ട്, അത് ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഒരു ക്ലാസിക് കേസ് ഓഫ് മെഡിസിൻ ആണ് മേരി മാലൻഡ്, അതായത് ടൈഫോയിഡ് മേരി. ആളെന്തായാലും കുക്ക് ആയിരുന്നു, അപ്പൊ ടൈഫോയിഡ് കാരിയർ ആയിരുന്നു. അത് ഇങ്ങനെ ഓരോ സ്ഥലത്ത് പോയി ഭക്ഷണം ഉണ്ടാക്കി എന്തായി ടൈഫോയിഡ് സ്പ്രെഡ് ആക്കി. ടൈഫോയിഡ് മേരി. ടൈഫോയിഡ് മേരിനെ കുറിച്ച് ഞാൻ കുറച്ച് എക്സ്ട്രാ പറഞ്ഞുതരാം ഇപ്പൊ. ടൈഫോയിഡ് മേരി ഒരു ഐറിഷ് ബോൺ അമേരിക്കൻ കുക്കാണ്. ഒരു 50 to 122 പേരെ ഇൻഫെക്ട് ചെയ്തിട്ടുണ്ടെന്നാണ് കേട്ടേക്കുന്നത് ടൈഫോയിഡ് മേരി. അപ്പൊ ടൈഫോയിഡ് മേരി കാരിയർ ആയിരുന്നു. ടൈഫോയിഡ് മേരിയുടെ ശരിക്കും ഒരു മേരി മാല്. അപ്പൊ പക്ഷെ 3 കൺഫേം ഡെത്ത് ടൈഫോയിഡ് മേരി ആയിട്ട് എന്താ പറയാ കൺഫേം ആയിട്ടുള്ളൂ. അത് ടൈഫോയിഡ് കാരണം ഉണ്ടായത്. ഓക്കെ, ഇനി അടുത്തത് എന്താ? ന്യൂമോണിയ. സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ, ഹീമോഫിലസ് ഇൻഫ്ലുവൻസ ആണ് ഇന്ന് ന്യൂമോണിയ ഉണ്ടാക്കിയത്. അത് നമ്മള് എയർ ഫിൽ സാക്സ് ആയ ആൽവിയോളേനാണ് ഇൻഫെക്ട് ചെയ്യാം. ഈ ആൽവിയോള എന്ത് ചെയ്യും? ഫ്ലൂയിഡായി ഫിൽ ചെയ്യുമ്പോൾ എന്താ റെസ്പിറേഷൻ കുറേ പ്രോബ്ലംസ് ഉണ്ടാവും. അപ്പൊ മെയിൻലി ഇവരുടെ സിംറ്റംസ് എന്താ? ഫീവർ, ചിൽസ്, കഫ്, ഹെഡ് ഏക്ക് ആണ് മെയിൻ സിംറ്റംസ്. പിന്നെ ചില സമയത്ത് ഈ ഫിംഗർ നെയിൽസ് അല്ലെങ്കിൽ ലിപ്സ് ഒക്കെ എന്താവും? ഗ്രേ ടു ബ്ലൂ കളർ ആവും. ഈ സൈനോസിസ് കാരണം ബ്ലഡ് എന്താ പറയാ എഫിഷ്യന്റ് ആയി സർക്കുലേറ്റ് ചെയ്യാത്ത കാരണം. ഇനി നമ്മളെ കോമൺ കോൾഡ് ഉണ്ടാക്കുന്ന മെയിൻലി റൈനോ വൈറസസ് ആണ് നമ്മളുടെ ഏറ്റവും കോമൺ ആയിട്ടുള്ള. അവർ നോസും റെസ്പിറേറ്ററി പാസേജ് ഒക്കെ ഇൻഫെക്ട് ചെയ്യും, പക്ഷെ ലങ്സ് ഇൻഫെക്ട് ചെയ്യില്ല. കോമൺ കോൾഡിൽ ജസ്റ്റ് എന്താ നേസൽ കൺജഷൻ, ഡിസ്ചാർജ്, സോർ ത്രോട്ട് ഉണ്ടാവും. ബ്രീത്ത് ചെയ്യുന്നതിനെ കുഴപ്പമൊന്നുമില്ല, തലവേദനയൊക്കെ ഉണ്ടാവും. ഓക്കെ, നമുക്ക് മലേറിയ നാളെ പഠിക്കാം, അടുത്ത സെഷനിൽ പഠിക്കാം, കാരണം ഇത്തിരി വലിയ ടോപ്പിക് ആണ്, ഇപ്പൊ തീരില്ല. അത് നമുക്ക് എസ്കാരിസ് പഠിക്കാം ആദ്യം. എസ്കാരിസ് എന്താ? ഒരു കോമൺ നൗൺ വേം ആണ്, വുച്ചേരിയ ഫിലേരിയൽ വേം. അതാണ് കുറച്ച് ഹെൽമെന്റ്സ് ആണ് പാത്തോജനിക് ആയിട്ടുള്ളത് നമ്മളുടെ എന്തിന് ഹ്യൂമൻസിന്. എസ്കാരിസ് ഒരു ഇൻഡസ്റ്റൈനൽ പാരസൈറ്റ് ആണ്. അത് എന്തുണ്ടാക്കും? എസ്കാരിയാസിസ് ഉണ്ടാക്കും. അപ്പൊ ഇവരുടെ സിംറ്റംസ് ഉണ്ടാകും ഇന്റർണൽ ബ്ലീഡിങ്, മസ്കുലർ പെയിൻ, ഫീവർ, അനീമിയ, പിന്നെ ഇൻഡസ്റ്റൈനൽ പാസേജിന്റെ ബ്ലോക്കേജ്, അതൊക്കെയാണ് ഇവരുടെ സിംറ്റം. ഉച്ചേരിയ വാൻക്രോഫ്റ്റി ആണെങ്കിൽ ഉച്ചേരിയ മലൈ, ഇത് പല 2 സ്പീഷീസ് ആണ്. അവരുടെ ഫിലേരിയൽ വേം ആണ് എന്ത്? നമ്മള് ക്രോണിക് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കും, ഓർഗൻസ്, ലിംഫെഡിമ ഉണ്ടാവും, എലിഫന്റിയാസിസ്, അതാണ് മന്ദിരോഗം എന്നാന്ന് പറയാം. അല്ലെങ്കിൽ സ്ക്രോട്ടം എഫക്റ്റീവ് മെയിൽ ജെനൈറ്റേഴ്സ് ഒക്കെയാണ് മെയിൻലി എഫക്ട് ആവുക. ഇനി ഫംഗസിന് മെയിൻലി ആരൊക്കെയാണ്? നമ്മളുടെ മൈക്രോസ്പോറും, ട്രൈക്കോഫൈറ്റൻ, എപ്പിഡോമോഫൈറ്റൻ ആണ് മറ്റേ റിംഗ്വേം ഡിസീസ് ഉണ്ടാക്കുന്നത്. അവരെന്താ? ഡ്രൈ സ്കെയിലി ലീഷൻസ് ആണ് ഉണ്ടാവാറ്. പല പാർട്ട്, സ്കിൻ, നെയിൽ, സ്കാൽപ്പ്, ഹെയറിലൊക്കെ ഉണ്ടാവും. ഇച്ചിങ്ങും ഉണ്ടാവും. പിന്നെ ഈ ഫംഗസിനെ ഗ്രോ ചെയ്യാൻ സഹായിക്കുന്ന ആരാ? ഹീറ്റും മോയ്സ്ചർ ആണ്. ഓക്കെ ഓക്കെ അപ്പൊ ഈ ഇൻഫെക്ഷൻസ് ഒക്കെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? പേഴ്സണൽ ഹൈജീൻ അല്ലെങ്കിൽ പബ്ലിക് ഹൈജീൻ ആണ് ഇമ്പോർട്ടന്റ്. അപ്പൊ അതിൽ നമുക്ക് എന്ത്? ബോഡി ക്ലീൻ ആയി വെക്കണം, നമുക്ക് വെള്ളം കുടിക്കുന്നത് ക്ലീൻ ആയിരിക്കണം, പിന്നെ വെജിറ്റബിൾസ് ഒക്കെ ക്ലീൻ ചെയ്ത് ഉപയോഗിക്കണം. പിന്നെ പബ്ലിക് ഹൈജീൻ, അതായത് ടോയ്ലറ്റ്സ്, പബ്ലിക് ടോയ്ലറ്റ്സ് ഒക്കെ നമ്മൾ പ്രോപ്പറായി യൂസ് ചെയ്യണം, വൃത്തികേടാക്കരുത് ബാക്കിയുള്ളവർക്ക് വേണ്ടി. പിന്നെ പബ്ലിക് ടോയ്ലറ്റ്സ് ഒക്കെ എപ്പോഴും ക്ലീൻ ചെയ്യണം. പിന്നെ സ്വിമ്മിങ് പൂള് അല്ലെങ്കിൽ ടാങ്ക്, വെള്ളം വരുന്ന ടാങ്ക് ഒക്കെ എന്താ, അതൊക്കെ അവിടെ എന്തൊക്കെ വേണം? നമ്മളുടെ ഹൈജീൻ പ്രാക്ടീസസ് വേണം. ഓക്കെ,
പിന്നെ എയർബോൺ ഡിസീസസ് കൺട്രോൾ ചെയ്യണമെങ്കിൽ നമ്മൾ മാസ്ക് ഉപയോഗിക്കണം. മനസ്സിലായല്ലോ? പിന്നെ ഈ മലേറിയ കൊതു കാരണമല്ല, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഈ വെള്ളം കെട്ടി നിൽക്കാൻ സഹായിക്കരുത്. പിന്നെ ക്ലീൻ ചെയ്യണം, കൂളേഴ്സും മോസ്കിറ്റോ നെറ്റ് ഉപയോഗിക്കണം. പിന്നെ ഗാംബൂസിയ ഫിഷ് ഒക്കെ ഉപയോഗിക്കാം, കാരണം അവരെന്ത് മോസ്കിറ്റോ ലാർവയാ തിന്നുക. ഗാംബൂസിയ ഫിഷ് ഉണ്ടായെങ്കിൽ നമുക്ക് എന്ത് ഈ കൊതുന്ന് കുറയ്ക്കും. പിന്നെന്താ ഈ ഡോർസും വിൻഡോസും എന്താ പ്രൊവൈഡ് ചെയ്യണം വയർ മെഷുമായിട്ട്, കാരണം ഈ ഇൻസെക്ട്സും പ്രാണികളും എന്താ അതിന്റെ എൻട്രി പ്രിവെന്റ് ചെയ്യാനാണ് നമ്മൾ ഈ എന്താ പറയാ വയർ മെഷ് ഒക്കെ കൊടുക്കുന്നത്. ഇനി കുറച്ച് പ്രിക്കോഷൻസ് എന്തിനും വേണം നമ്മളുടെ ഏഡീസ് മൊസ്കിറ്റോ, ഡെങ്കി ചിക്കുൻഗുനിയ ഉണ്ടാക്കുന്ന ഏഡീസ് മൊസ്കിറ്റോയിലും എന്ത് വേണം, വെക്ടർബോൺ ഡിസീസസ് ആണ്. അപ്പൊ അത് നമ്മൾ കൺട്രോൾ ചെയ്യണം. ഇനി ഈ ബയോളജിക്കൽ സയൻസിന്റെ അഡ്വാൻസ്മെന്റ് ആണ് നമുക്ക് എന്താ ഈ ഇൻഫെക്ഷ്യസ് ഡിസീസസിന് എന്താ ഡീൽ ചെയ്യാൻ സഹായിച്ചത്. അതിന് കുറെ വാക്സിൻസ് ഉണ്ട്, ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാംസ് ഉണ്ട്. അത് കാരണം എന്താ നമുക്ക് ഈ സ്മോൾ പോക്സ് പോലെ കുറെ ഡിസീസ് ഇറാഡിക്കേറ്റ് ചെയ്യാൻ പറ്റി. പിന്നെ അത് കൂടാണ്ട് കുറെ ലാർജ് നമ്പർ ഓഫ് ഇൻഫെക്ഷ്യസ് ഡിസീസ് ഉണ്ട്, പോളിയോ, ഡിപ്തീരിയ, ന്യൂമോണിയ. ഇതിനൊക്കെ നമുക്ക് വാക്സിൻ ഉപയോഗിച്ച് നമുക്ക് എന്താ പറയാ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. മനസ്സിലായല്ലോ? ഇതിനെ സഹായിക്കുന്ന ബയോടെക്നോളജി ഉണ്ട്. അതാണ് നമുക്ക് എന്താ ഈ പുതിയ ടൈപ്പ് വാക്സിൻ, സേഫ് ആയിട്ടുള്ള വാക്സിൻസ് ഒക്കെ ഉപയോഗിക്കാൻ സഹായിക്കുന്നത്. ഓക്കെ, ഇത്രയുള്ള ഇന്നത്തെ ക്ലാസ്. ബാക്കി ഞാൻ മലേറിയയും ബാക്കി ഇമ്മ്യൂണിറ്റിയുടെ സെക്ഷൻ നാളെ പഠിപ്പിക്കും. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. താങ്ക് യു.